നമസ്കാരം. ബഹുമാന്യരായ എല്ലാ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിൻ്റെ ജ്യോതിഷ പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ പുതിയ മലയാള വർഷമായ കൊല്ലവർഷം 1200 ഓരോ നക്ഷത്രക്കാർക്കും അനുഭവപ്പെടുന്ന സാമാന്യമായ അനുഭവങ്ങളെക്കുറിച്ചാണ്. ഈ വീഡിയോയിൽ നമുക്ക് അത്തം നക്ഷത്രക്കാരുടെ അടുത്ത ഒരു വർഷത്തെ, അതായത് ചിങ്ങം 1 മുതൽ കർക്കിടകം 32 വരെയുള്ള അടുത്ത ഒരു വർഷത്തെ സാമാന്യ അനുഭവങ്ങളെക്കുറിച്ചാണ് പറയാനുള്ളത്. ഇപ്പോഴത്തെ ഗ്രഹാവസ്ഥ നോക്കിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. ശനി ഇപ്പോൾ കുംഭൻ രാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുകയാണ്. അത് കന്നിക്കൂറുകാരുടെ 6ാം ഭാവമായിട്ട് വരുന്നു, കുംഭം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശനി 2025 മാർച്ച് 29 വരെ കുംഭം രാശിയിലായിരിക്കും. അതിനുശേഷം മീനൻ രാശിയിലേക്ക് ട്രാൻസിറ്റ് ചെയ്യും. അപ്പോൾ ഈ അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് 6ൽ സഞ്ചരിക്കുന്ന ശനി അവർക്ക് ധാരാളം ഗുണാനുഭവങ്ങൾ നൽകും. പ്രത്യേകിച്ചും അവരുടെ ശത്രുദോഷങ്ങളൊക്കെ കുറഞ്ഞ് ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു നിഷ്ഫലതയുണ്ടാകും, അല്ലെങ്കിൽ തടസ്സമുണ്ടായിട്ട് ആ ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ നമുക്കെതിരെ ഫലിക്കാതെ വരികയും ഈ സമയത്ത് ജീവിതത്തിൽ കുറേയേറെ നേട്ടങ്ങൾ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യും. അതാണൊരു പ്രധാന ഗുണമുള്ളത്. വർഷ അവസാനമാകുമ്പോഴത്തേക്കാണ്, അതായത് ഈ മലയാള വർഷത്തിൻ്റെ അവസാനമാകുമ്പോഴത്തേക്കാണ് ശനി ട്രാൻസിറ്റ് ചെയ്യുന്നത്. ഇനി വ്യാഴത്തിൻ്റെ കാര്യം നോക്കുമ്പോൾ വ്യാഴം ഇപ്പം ഭാഗ്യഭാവമായ 9ലാണ്. അപ്പോൾ ശനി 6ലും വ്യാഴം 9ൽ നിൽക്കുന്ന ഗുണകരമായ സമയമാണ് അത്തം നക്ഷത്രക്കാർക്ക്. 2025 മെയ് 14 വ്യാഴം ഇടവത്തിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് മാറുന്നതാണ്. അതുപോലെ തന്നെ രാഹുകേതുക്കൾക്കും അടുത്ത വർഷം മാറ്റമുണ്ട്. 2025 മെയ് 18 രാഹു പിന്നോട്ട് നീങ്ങി കുംഭം രാശിയിലേക്കും കേതു കന്നിയിൽ നിന്ന് പുറകോട്ട് നീങ്ങി ചിങ്ങൻ രാശിയിലേക്കും പ്രവേശിക്കും. അപ്പം നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ പ്രധാന ഗ്രഹങ്ങളെല്ലാം അത്തം നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഭാവങ്ങളിലാണ് സഞ്ചരിക്കുന്നത്. അതായത് വർഷത്തിൻ്റെ ഭൂരിഭാഗവും അനുകൂലമായ ഭാവങ്ങളിൽ കൂടെയാണ്, അല്ലെ അനുകൂലമായ രാശികളിൽ കൂടെയാണ് ഗ്രഹങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുപ്രധാനമായ ധാരാളം നേട്ടങ്ങൾ അത്തം നക്ഷത്രക്കാർക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും. ഭൂമി ലാഭം, വാഹന ലാഭം തുടങ്ങിയവ വളരെ സാമാന്യമായ ഫലങ്ങളാണ്. സ്ഥലം വാങ്ങിക്കാനോ സ്ഥലം വാങ്ങിച്ച് വീട് വെക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ വർഷം അത് സാധിക്കുന്നതാണ്. വാഹനം മാറ്റി വാങ്ങാനോ അല്ലെ പുതിയൊരു വാഹനം എടുക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള യോഗം ഉണ്ട്. പിന്നെ ജോലിയിൽ സ്ഥാനനഷ്ടമൊക്കെ ഉണ്ടാകുന്നവർക്ക് അത് തിരികെ കിട്ടാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിനേക്കാൾ ബെറ്ററായ മറ്റൊരു ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ ദീർഘനാളായിട്ട് സന്താന ഭാഗ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കുകയും ചെയ്യും. പിന്നെ വളരെ ദുസ്സാധ്യമെന്ന് വിചാരിച്ച് പലപ്പോഴും മാറ്റി വയ്ക്കപ്പെട്ടിരുന്ന പല കാര്യങ്ങളും ഈ സമയത്ത് ഏറ്റെടുത്ത് ചെയ്യാനും അത് ഫലപ്രാപ്തിയിൽ എത്തിക്കാനും നമുക്ക് സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് ബിസിനസ്സുകളൊക്കെ വളരെ ഡള്ളായിട്ട് കിടന്ന, പുരോഗതിയൊന്നും ഇല്ലാതെ വരുമാനമൊക്കെ തീരെ കുറവായിട്ട് കിടന്ന ബിസിനസ്സുകൾ നല്ലൊരു ഇനിഷ്യേറ്റീവും നല്ലൊരു സഹായവും കൂടെ ലഭിച്ചാൽ നിങ്ങൾക്ക് ഈ സമയത്ത് പുഷ്ടിപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്, വലിയ പ്രയത്നം ഇല്ലാതെ തന്നെ. ചില കേസുകളിലാണെങ്കിൽ നമ്മൾ കുറച്ച് വിപുലമായ രീതിയിൽ വ്യാപാരം തുടങ്ങാൻ വേണ്ടി ലൈസൻസിനൊക്കെ അപേക്ഷിച്ച് ഗവൺമെൻറ്റിൽ നിന്ന് അത് കിട്ടാതെ ഇരിക്കുന്ന ആളുകൾക്ക് ഈ സമയത്ത് ശ്രമിച്ചാൽ അത് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ്. ജോലിയിൽ ഉയർച്ച ഉണ്ടാകാൻ ഇടയുണ്ട്. എപ്പോഴും ഒരു ഉത്സാഹവും ഉന്മേഷവും ഒക്കെ നിലനിൽക്കുന്നതാണ്. സാമ്പത്തിക ഞെരുക്കമൊക്കെ മാറി സാമ്പത്തികമായിട്ട് കുറച്ച് ഗുണകരമായ ഒരു പൊസിഷനിലേക്ക് വരുന്നതാണ്. പിന്നെ ഭൂമിയും വാഹനമൊക്കെ സ്വന്തമാക്കുകയും ആ വാങ്ങിച്ച ഭൂമിയിൽ വീട് വെക്കാനോ അല്ലെങ്കിൽ ഒരു കട പണിത് അവിടെ ഒരു വ്യാപാരം ആരംഭിക്കാനോ അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുത്ത് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനോ, എന്താണെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ നമുക്ക് അനുകൂലമായ രീതിയിൽ തിരിച്ചു വരുന്ന ഏതെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് നമ്മുടെ സ്ട്രാറ്റജി ആ രീതിയിൽ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ആ രീതിയിൽ ആലോചിച്ച്, ബുദ്ധിപൂർവ്വം ആലോചിച്ച് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താനുള്ള സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതം പൊതുവെ സ്വച്ഛന്തമായിട്ട് പോകുന്ന കാലമാണ്. പിന്നെ ശത്രുദോഷം വളരെ കുറയുന്ന സമയമാണ് ശനിയുടെ 6ാം ഭാവത്തിലെ സ്ഥിതിയുള്ളതുകൊണ്ട്. പിന്നെ വർഷാരംഭത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിടാനുള്ള സാധ്യതയുണ്ട്. അതായത് ചിങ്ങം കന്നി മാസങ്ങളിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം. ആ സമയത്തുള്ള നമുക്ക് സാധാരണഗതിയിൽ ഈ വ്യാഴം, ശനി, രാഹുകേതു ഇത്രയും ഗ്രഹങ്ങളുടെ ആണല്ലോ ഏറ്റവും കൂടുതൽ സമയം ഒരു രാശിയിൽ നിൽക്കുന്നത്.
അതുകൊണ്ട് അവയുടെ എഫക്റ്റാണ് കൂടുതലായിട്ട് നമുക്ക് ദീർഘകാലത്തേക്ക് പറയാൻ കഴിയുന്നത്. പക്ഷേ ഇതിനിടയ്ക്ക് 1 മാസമോ 1.5 മാസമോ നിൽക്കുന്ന ചൊവ്വ, ബുധൻ, ശുക്രൻ തുടങ്ങിയ ഗ്രഹങ്ങളൊക്കെ മാറി മാറി സഞ്ചരിക്കുന്നുണ്ട്. ഇവ സൂര്യനുമായിട്ട് കോമ്പിനേഷനിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ചന്ദ്രൻ ഓരോരോ രാശികളിൽ കൂടെ കടന്നു ചെന്ന് ഒരു 27 ദിവസം കൊണ്ട് രാശിചക്രം പൂർത്തിയാക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഗ്രഹങ്ങളുടെ കോമ്പിനേഷൻ മാറി മാറി വരുന്നത് കൊണ്ട് ഈ വർഷാരംഭത്തിൽ ഇവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. മോശം പേര് കേൾക്കേണ്ടി വരുന്ന സാഹചര്യം, ആരോപണങ്ങളൊക്കെ കേൾക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകാം. എത്ര സഹായങ്ങൾ ചെയ്താലും ആ സഹായങ്ങളൊന്നും അതിനൊന്നും തിരികെ നന്ദിയൊന്നും ലഭിക്കാത്ത അനുഭവങ്ങൾ ഉണ്ടായേക്കാം. സുഹൃത്തുക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. അതുപോലെ തന്നെ കുടുംബത്തിൽ പരസ്പരം പറഞ്ഞു തെറ്റുന്ന എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ ഈ ആദ്യത്തെ 1-2 മാസം കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് വളരെ ഗുണകരമായിട്ടാണ് ഈ വർഷത്തെ അനുഭവങ്ങൾ. ഈ വർഷത്തിൻ്റെ ആരംഭത്തിലും പൂർണ്ണമായിട്ടും ദോഷകരമല്ല, ഇങ്ങനെയുള്ള മൈനറായിട്ടുള്ള ചെറിയ തോതിലുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. പിന്നെ നല്ല ഗുരുത്വമുള്ള ഒരു രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ മുതിർന്നവരുടെയും പിതാവിൻ്റെയോ അല്ലെങ്കിൽ പിതൃതുല്യരായവരുടെയോ ഒക്കെ അനുഗ്രഹത്തോടു കൂടി തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. വ്യാപാരത്തിലൊക്കെ ലാഭം വർദ്ധിക്കുന്നതാണ്. പുത്രഭാഗ്യം ഉണ്ടാകുന്നു, നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ പ്രത്യേകത എന്താണ്, ഈ ഫോഴ്സ്, സൈനിക വിഭാഗത്തിലോ പോലീസ് വിഭാഗത്തിലോ ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് അവാർഡുകളൊക്കെ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും സൽപ്രവൃത്തികളിൽ നമുക്ക് അവാർഡുകളോ കീർത്തി പുരസ്കാരങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഈ സമയത്തുള്ള ഒരു നെഗറ്റീവ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ജാതകത്തിൽ ശുക്രൻ അനുകൂലമല്ലെങ്കിൽ, ജനിക്കുന്ന സമയത്ത് ശുക്രൻ ദോഷകരമായ രാശികളിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ സമയത്ത് സ്ത്രീകളുമായിട്ടുള്ള വിരോധമോ അല്ലെങ്കിൽ സ്ത്രീകൾ മുഖേന അപവാദമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സർക്കാർ സംബന്ധമായ ചില നടപടിക്രമങ്ങൾക്ക് വിധേയനാകേണ്ടി വരുന്ന അവസ്ഥയും ഉണ്ടാകാം. ശരീരത്തിൽ വീഴ്ച മൂലമോ അപകടങ്ങൾ മൂലമോ ക്ഷതങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഈ സമയത്തുണ്ട്. പിന്നെ അത് വർഷമധ്യത്തിലാണ് ഈ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ നമ്മൾ പൊതുവായ കാര്യങ്ങൾ നോക്കുമ്പോൾ കുട്ടികളുടെ പഠനം, കുട്ടികളുടെ ജോലി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നമുക്ക് അനുകൂലമായ അനുഭവങ്ങളാണ് ഉണ്ടാകാനിടയുള്ളത്. ബിസിനസ് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. വൃശ്ചികം, കുംഭം, മിഥുനം, കർക്കടകം തുടങ്ങിയ മാസങ്ങൾ വളരെയേറെ മെച്ചമുള്ള മാസങ്ങളാണ്. വർഷാവസാനം പഠിച്ച വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ജോലിയിൽ പ്രവേശിക്കാൻ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. എന്നാൽ ഈ സമയത്ത് ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവവും അപവാദമൊക്കെ ഉണ്ടാകാനായിട്ട് ഇടയുണ്ട്. കാരണം ഈ വർഷാവസാനം ആകുമ്പോഴത്തേക്കും ശനി 7ലേക്ക് വരികയും കണ്ടകശനിയാകുകയും ചെയ്യും. പിന്നെ സംസാരം മൂലം ചില പ്രധാന കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ അനിഷ്ടമോ അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടമോ, നമുക്ക് കിട്ടേണ്ട ഏതെങ്കിലും ആനുകൂല്യം കിട്ടാതെ പോവുകയോ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം. ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. എപ്പോഴും നല്ല രീതിയിൽ മാന്യമായ വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അവരെ അപ്രോച്ച് ചെയ്യേണ്ടി വന്നാലും കുഴപ്പമില്ല. അപ്പം എതിർപ്പുണ്ടെങ്കിൽ പോലും നമ്മൾ മാന്യമായ വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുക. അല്ലെങ്കിൽ പിന്നെ ഒട്ടും അപ്രോച്ചബിൾ അല്ലാതായി മാറും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവരെ സമീപിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായേക്കാം. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രത്യേകം എടുത്ത് പറഞ്ഞത്. കാരണം വ്യാഴവും സ്ഥാനം മാറുമല്ലോ, ആ സമയത്തേക്ക് വ്യാഴവും സ്ഥാനം മാറുന്നതാണ്. അപ്പം ശനിയും വ്യാഴവും സ്ഥാനം മാറുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ നാക്ക് പിഴച്ച് പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. പിന്നെ ഗുണകരമായ കുറേ കാര്യങ്ങളും ഈ മിഥുനം, കർക്കടക മാസങ്ങളിലൊക്കെ ലഭിക്കാൻ ഇടയുണ്ട്. സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. കുടുംബവക സ്വത്തുക്കൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ജനങ്ങളുടെ ഇടയിൽ അംഗീകാരം വർദ്ധിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഭാഗ്യാനുഭവങ്ങൾ പലതും ഉണ്ടാകും. അതായത് ലോട്ടറി, ഭാഗ്യ നറുക്കെടുപ്പുകൾ തുടങ്ങിയവയിൽ വിജയമുണ്ടാകും. വൻ വിജയം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നേരിയ തോതിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു മധ്യമമായ രീതിയിലാണെങ്കിലും നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ഈ ഗ്രഹമാറ്റം സംഭവിക്കുന്ന സമയത്തുള്ള കാര്യം കൂടെ നോക്കാം. വ്യാഴം രാശി മാറുന്ന സമയത്ത് സ്ഥാനനഷ്ടമോ അലസതയോ ഒക്കെ ഉണ്ടായേക്കാം. നേത്രരോഗങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് മെയ് മാസത്തിൽ. ശനിയുടെ രാശിമാറ്റം
കന്നിക്കൂറുകാരെ സംബന്ധിച്ച് കണ്ടകശനിയുടെ ആരംഭമാണ്. പത്തം നക്ഷത്രക്കാർക്ക് ഈ ശനി മാറുമ്പോൾ മാർച്ച് മാസം ആകുമ്പോഴത്തേക്കും 2025 മാർച്ച് മാസം ആകുമ്പോഴത്തേക്കും മാർച്ച് മാസം കഴിയുമ്പോഴത്തേക്കും കണ്ടകശനി ആരംഭിക്കും. 7-ൽ ശനിയാണ്. അതുകൊണ്ട് തന്നെ ദാമ്പത്യത്തെ ചെറിയ തോതിൽ ബാധിച്ചു തുടങ്ങും. ദാമ്പത്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാകാം. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാം. പിന്നെ ഈ ശുക്രൻ്റെ സ്ഥാനമനുസരിച്ച് അന്യസ്ത്രീ ബന്ധമോ വിവാഹ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. യാത്രകളും വളരെ സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് അത്തം നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമായിട്ട് പറയാൻ കഴിയുന്നത്. ഈ വർഷത്തെ പൊതുവായിട്ടുള്ള ഫലം, പിന്നെ വർഷാരംഭം, വർഷമധ്യം, വർഷാവസാനം, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പരിഹാര കർമ്മങ്ങളിലേക്ക് നോക്കാം. ശനിദശ, കേതുർദശ, രാഹുർദശ, ഈ ദശകളിലോ ഈ ഗ്രഹങ്ങളുടെ അപഹാരങ്ങളിലോ മുന്നോട്ട് പോകുന്ന ആളുകൾ അതിന് പരിഹാരം ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇതിനൊരു പ്രത്യേക കാര്യം കൂടെ. ഈ ശനി അനുകൂലമാകുന്ന കാലഘട്ടത്തിൽ വളരെ ഗുണകരമായിട്ട് കുറേ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ശനിയുടെ രാശി മാറ്റം സംഭവിച്ച് കണ്ടകശനി ആകുന്നതിന് മുമ്പ് തന്നെ ഈ ആനുകൂല്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരാനാണ് പ്രത്യേകമായ ദേവതാപ്രീതി വരുത്തണം എന്ന് പറയുന്നത്. പിന്നെ നവഗ്രഹ ക്ഷേത്രത്തിൽ ചന്ദ്രനെയും ബുധനെയും പ്രീതിപ്പെടുത്തുന്ന വഴിപാടുകൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഏത് വഴിപാട് ചെയ്യണം എന്ന് സംശയമുണ്ടെങ്കിൽ ഒരു അർച്ചന കൊടുത്താലും മതിയാകുന്നതാണ്. ഈ ഗ്രഹങ്ങൾക്ക് അർച്ചന കൊടുത്താൽ മതി നവഗ്രഹ ക്ഷേത്രത്തിൽ ചെന്നിട്ട്. അതുപോലെ തന്നെ ചന്ദ്രനെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം ചന്ദ്രൻ്റെ നവഗ്രഹ സ്തോത്രങ്ങളിൽ ചന്ദ്രൻ്റെ സ്തോത്രം പ്രത്യേകമായിട്ട് ചൊല്ലുന്നത് നല്ലതാണ്. തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രം അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രം ദർശനം നടത്തുന്നത് നല്ലതാണ്. പൗർണമി ദിവസങ്ങളിൽ ഉപവാസമോ വ്രതമോ എടുത്തുകൊണ്ട് ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ ദേവീക്ഷേത്രത്തിൽ ദേവീ സ്തുതികൾ ചൊല്ലിക്കൊണ്ട് ആ ദിവസം ചെലവഴിക്കാൻ കഴിയുമെങ്കിൽ വളരെ ഉത്തമമാണ്. പിന്നെ അത്തം നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ, കലണ്ടറിൽ അത്തം നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തിയാൽ ഒരുപാട് ദോഷങ്ങൾ അത് മാറ്റിത്തരുന്നതാണ്. അപ്പോൾ മാസത്തിൽ ഒന്നെങ്കിലും ക്ഷേത്രത്തിൽ പോകുന്ന ഒരു ആചാരം നമ്മൾ നടപ്പിൽ വരുത്തുന്നത് നല്ലതാണ്. നല്ല അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും, മോശം അനുഭവങ്ങൾ മാറി മാറി പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ദോഷകരമായ കാലങ്ങൾ ഇടയ്ക്ക് വരുന്നത് നമ്മളറിയാതെ തന്നെ അങ്ങ് മാറിപ്പോക്കോളും. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വഴിപാടുകൾ. പിന്നെ ഗണേശ ക്ഷേത്രത്തിൽ പോയിട്ട്, ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് ഗണപതിക്ക് വഴിപാടുകൾ ചെയ്യുക. ജോലിക്കോ ഇൻ്റർവ്യൂവിനോ പോകുന്ന ആളുകൾ ഒരു കറുകമാല വാങ്ങിക്കുക, ഒരു നെയ്വിളക്ക് തെളിയിക്കുക ഗണപതിക്ക്. അതിനുശേഷം പോയാൽ ആ കാര്യസാധ്യത്തിന് കൂടുതൽ ഗുണകരമായിട്ട് മാറുന്നത്. പിന്നെ തിങ്കളാഴ്ചയും അത്തനക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസം ദുർഗാദേവിക്ക് നെയ്വിളക്ക് തെളിയിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത്, വർഷാവസാനം ആകുമ്പോഴത്തേക്കും കണ്ടകശനി വരികയാണ്. അപ്പോൾ അതിന് മുമ്പ് തന്നെ, കണ്ടകശനി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ശാസ്താവിന് നീരാജനം സമർപ്പിച്ച് തുടങ്ങുന്നത് നല്ലതാണ്. കഴിയുമെങ്കിൽ ഈ വർഷം മുഴുവൻ മാസത്തിൽ ഒരു ദിവസമെങ്കിലും ശാസ്താക്ഷേത്ര ദർശനം നടത്തുക. അതുപോലെ കഴിയുമെങ്കിൽ ഒരു നീരാജനം അവിടെ സമർപ്പിക്കുക. കണ്ടകശനി ആകുമ്പോഴത്തേക്കും, അതായത് 2025 മാർച്ച് ആകുമ്പോഴത്തേക്കും എല്ലാ മാസവും നീരാജനം സമർപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ്. തടസ്സങ്ങൾ നല്ല ഒരളവ് വരെ മാറിപ്പോകാനായിട്ടത് അതുകൊണ്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ നേരത്തെ ഒരു മുന്നറിയിപ്പ് കിട്ടിയതുപോലെ ഇത് സ്വീകരിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയും വഴിപാടെന്ന് പറഞ്ഞാൽ നമ്മളെ അർപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മളെ തന്നെയാണ് ഓരോ ദ്രവ്യങ്ങളായിട്ട് ഭഗവാന്റെ മുമ്പിൽ അർപ്പിക്കുന്നത്. നമ്മുടെ നന്ദിയും നമ്മുടെ സ്നേഹവും നമ്മുടെ ആദരവൊക്കെ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അർഘ്യങ്ങൾ അല്ലെങ്കിൽ വഴിപാടുകൾ നമ്മൾ ഭഗവാന് അല്ലെ ഭഗവതിക്ക് നൽകുന്നത്. അപ്പം അങ്ങനെ നമ്മൾ സ്വയം സമർപ്പിക്കുന്നതായിട്ട് വിചാരിച്ചുകൊണ്ട് തന്നെ വേണം ഈ ദ്രവ്യങ്ങൾ സമർപ്പിക്കാനായിട്ട്. അപ്പം നമുക്ക് ഗുണഫലങ്ങൾ കൂടുതലായിട്ട് അനുഭവപ്പെടും. ഇനി പ്രാർത്ഥനയ്ക്ക് ഗുണമുണ്ടാകുന്നതും ഗുണമില്ലാതാകുന്നതും എന്താണെന്നുള്ളത് മറ്റൊരു അവസരത്തിൽ വളരെ വിശദമായിട്ട് പറയാം. ഇത് ഞാൻ ഈ സന്ദർഭവശാൽ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. വഴിപാടുകൾക്ക് ഗുണമുണ്ടോ എന്നൊക്കെ കുറേ തർക്കങ്ങൾ നടക്കുന്നത് കൊണ്ട് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ പരിഹാരങ്ങളൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ നല്ലൊരു പങ്ക് വരെ മാറിപ്പോവുകയും
നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ ഏറ്റവും സമാധാനവും സന്തോഷവുമായ ജീവിതം കിട്ടാനായിട്ട് ഇടയാകുകയും ചെയ്യും. അപ്പോൾ അതൊന്ന് ചെയ്യുക. മാസത്തിൽ ഒരേ ഒരു ദിവസം ക്ഷേത്ര ദർശനം നടത്തുക. ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ശാസ്താവിൻ്റെ ഞാൻ പറഞ്ഞത് ശനിദോഷം പൂർണ്ണമായിട്ടും മാറാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതാണ് അത്തം നക്ഷത്രക്കാരുടെ പൊതുഫലങ്ങൾ. ചാനലിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകാൻ ഇടയുള്ള ഒരു സമയമായതുകൊണ്ട് തന്നെ അവസരങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തുക. പ്രാർത്ഥനയോടുകൂടി ഓരോ അവസരങ്ങളെയും നമ്മൾ തേടി ചെല്ലുക. അപ്പോൾ കൂടുതൽ ഗുണകരമായിട്ട് നമുക്കത് ലഭിക്കുന്നതാണ്. ഇതാണ് നമുക്ക് പറയാനുള്ളത്. എല്ലാ അത്തം നക്ഷത്രക്കാർക്കും ഈ വർഷം ഏറ്റവും ശുഭകരമായിരിക്കട്ടെ. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എല്ലാവിധ മംഗളങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.